നമസ്കാരം. ഞാൻ മുക്താറെ പെരുവാമ്പ. ഇന്ന് രാവിലെ തൊട്ടേ എൻ്റെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പുകളിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസായിട്ടും പിന്നെ 2-3 ഫ്രണ്ട്സുകാർ പേഴ്സണൽ മെസ്സേജായിട്ടും ഒരു പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് സ്വന്തം മൊബൈൽ ഫോൺ സുരക്ഷിതമാണോ എന്നൊരു തലക്കെട്ടോടുകൂടിയാണ്. അപ്പോൾ അതൊരു സൈബർ സ്പെഷ്യലിസ്റ്റ് ഇട്ട എന്നൊരു ഇതിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് കണ്ടിട്ട് ഒരുപാട് ആൾ ഭയപ്പാടോടുകൂടിയാണ് അതിന് കാണുന്നത്. എൻ്റെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സൂക്ഷിച്ച് എല്ലാവരും നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. ഇതൊരു കോൾ ഫോർവേഡിങ്ങിനെ പറ്റി യാതൊരു ധാരണയില്ലാത്ത ഒരാളാണ് അത് ഇട്ടിട്ടുള്ളത്. ഒന്നുകിൽ അദ്ദേഹത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധാരണയില്ലാണ്ട് വെറുതെ ആൾക്കാരെ പറ്റിക്കാവുന്ന രീതിയിൽ ഇട്ടു. അത്രേ അതിന് പറയാനുള്ളൂ. കോൾ ഫോർവേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മളെ ഫോണിൽ, അതായത് ഒന്നുകിൽ 4 ഓപ്ഷൻ ഉണ്ട് കോൾ ഫോർവേഡിങ്ങിൻ്റെ. അത് ഒന്ന് വരുന്നത് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ, അതായത് ഫസ്റ്റ് വരുന്നത് ഓൾവേസ് എന്നാണ്. അതായത് ഓൾവേസ് എന്ന് വെച്ചാൽ നമ്മൾ സിം യൂസ് ചെയ്യുന്ന സമയത്തും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമ്മളെ ഫോണിലേക്ക് കോൾ വരാതെ വേറൊരു ഫോണിലേക്ക് കോൾ പോകണം. അപ്പോൾ നമ്മളതിൽ സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് വെൻ ബിസി. ബിസി എന്ന് വെച്ചാൽ നമ്മൾ വേറെ കോളിലായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വേറെ ഇതിലേക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെയുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് വെൻ ആൻസേർഡ്. അതായത് നമ്മളൊന്നിപ്പോൾ എടുക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ കോള് നേരെ ട്രാൻസ്ഫർ ആയിട്ട് മറ്റേതിലേക്ക് പോകും, മറ്റേ നമ്മൾ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് വെൻ അൺറീച്ചബിൾ. അതായത് ഒന്നുകിൽ നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കാം, അല്ലെങ്കിൽ റേഞ്ചില്ലാത്ത സ്ഥലത്തായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരു നമ്പറിലേക്ക് നമ്മൾ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോൾ പോകും. ഇത് ഫ്രീ സർവീസ് അല്ല. BSNLന് അതിന് 1 രൂപയായിട്ടും ചാർജ് ഈടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയുള്ള സിമ്മിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല, ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഡ്യുവൽ സിമ്മിലെ ഫോണാണെങ്കിൽ ഈ പല ഫോണുകളിലും സ്മാർട്ട് ഡ്യുവൽ സിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓണാക്കിയിട്ടാൽ പരസ്പരം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോർവേഡ് ഓണാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 2 സിമ്മുണ്ട്. എൻ്റെ 2 സിമ്മിൽ ഒന്ന് ഐഡിയയും ഒന്ന് BSNL ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ നാട്ടിൽ, എൻ്റെ ഈ ഒരു പ്രദേശത്ത് ഐഡിയക്ക് റേഞ്ച് കുറവാണ്, BSNLന് കുറച്ച് റേഞ്ചും ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറിയാൽ ഐഡിയക്ക് തീരെ റേഞ്ച് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഐഡിയ നമ്പർ ഒരു ഇതാക്കൾ ഉണ്ടാവും. അപ്പോൾ അവർ എന്നെ ഐഡിയയിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ കോൾ വരില്ല. അത് പരിഹാരമായിട്ടാണ് ഈ ഒരു കോൾ ഫോർവേഡിങ്. അപ്പോൾ എൻ്റെ അൺറീച്ചബിൾ ഞാൻ വെൻ അൺറീച്ചബിൾ നേരെ ഓണാക്കിയിട്ട് എൻ്റെ മറ്റേ നമ്പർ കൊടുത്തു, അതിലേക്ക് BSNL നമ്പർ കൊടുത്താൽ ആ നമ്പറിലേക്ക്, അതായത് ഐഡിയ നമ്പറിലേക്ക് കോൾ വരുന്ന സമയത്ത് അത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർവേഡ് ആയിട്ട് എൻ്റെ BSNLിലേക്ക് കോൾ വരും. അപ്പോൾ എന്താക്കാം, ആ ഒരു നമ്പർ കൊടുത്തതിൽ നിന്ന് മറ്റേ നമ്പറിലേക്ക് കോൾ വന്നു. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഐഡിയ സിമ്മിൽ നിന്ന് പൈസ പോയേക്കാം, ഐഡിയയിൽ അങ്ങനെ പൈസ പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. എനിക്കിപ്പോൾ അൺലിമിറ്റഡ് ഫ്രീ ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഇത് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് കോൾ ഫോർവേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ആർക്കും അതിനെ ട്രേസ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ ഒരു കോളിൻ്റെ ഇത് മാത്രമേ, അതിൽ SMS പോലും നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഈ കോളിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമേ അതിലുള്ളൂ. എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇട്ടൊരു പോസ്റ്റാണത്, ആരും ഭയപ്പെടേണ്ടതില്ല. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പോസ്റ്റിൽ പറഞ്ഞതിൽ 2 സത്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അതിൽ *062# എന്ന് ടൈപ്പ് ചെയ്ത് ഡയൽ ചെയ്താൽ നമ്മളെ ഫോണിൽ കോൾ ഫോർവേഡിങ് ഓൺ ആയിട്ടുണ്ടോ ഇല്ലോ എന്നറിയാം. കോൾ ഫോർവേഡിങ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറിലേക്കാണ് അത് ഓൺ ആയിരുന്നതും അതിൽ കാണും. ഇനി അടുത്ത സത്യം എന്ന് പറയുന്നത് 2#2 പിന്നെ 2#, 2# അല്ല, എന്നോട് പറയാം, #0002#. ഇതടിച്ചാൽ ഈ ഫോർവേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ക്യാൻസലാവും, ആ സിമ്മിൽ നിന്ന് ക്യാൻസലാവും. അത് വീണ്ടും വേണമെങ്കിൽ നമുക്ക് സെറ്റിങ്സ് പോയിട്ട് ഓൺ ആക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ എനിക്കിനിയും ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമാവും. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും ഒന്ന് അമർത്തി വിട്ടാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ എങ്ങനെയാണ് കോൾ ഫോർവേഡിംഗ് ഒക്കെ ഓണാക്കുന്നത് നോക്കാം. അത് നമ്മൾ കോളിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ അതിൽ
ഇവിടുത്തെ ഒന്നും ഓപ്ഷൻ കാണില്ല. ഒന്നുകിൽ വലതുവശത്ത് മുകളിലോ അല്ലെങ്കിൽ ഈ സൈഡിനോ ആയിട്ട് ഒരു 3 ഡോട്ടോ അല്ലെങ്കിൽ 3 വര കാണാം ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഓപ്ഷൻ കാണിക്കും. സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ്, കോൾ റെക്കോർഡിങ്സ്, അതിൻ്റെ അടിയിൽ കോൾ ഫോർവേഡിങ് സെറ്റിങ്സ് അതെടുക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ സിം വെച്ച് സെലക്ട് ചെയ്യുക. എൻ്റെ ഇപ്പോൾ ഐഡിയും ഒന്ന് BSNL ആണ്. ഐഡിയ സിം ഓൺ ചെയ്തു. അപ്പോൾ അതൊന്ന് ആദ്യം റീഡ് ചെയ്യും. അതൊരു 5-10 സെക്കൻഡൊക്കെ എടുക്കും ചില സമയത്ത്. മേ ബി 1 മിനിറ്റ് വരെ എടുത്തേക്കാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് ഓൾവേസ് ഫോർവേഡ്. ഓൾവേസ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ട് അവിടെ ഒരു നമ്പർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മളെ ഫോണിപ്പോൾ എൻ്റെ 2 സിം ഉണ്ട് ഇതിൽ. 2 സിം വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഐഡിയ സിമ്മല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഐഡിയ സിമ്മിൽ കോൾ വരാതെ എല്ലാം BSNLിലേക്ക് മാത്രമേ കോൾ വരുള്ളൂ. അത് ഐഡിയ സിമ്മിലേക്ക് നിങ്ങൾ ആര് കോൾ ചെയ്താലും ആ കോൾ നേരെ ഫോർവേഡായിട്ട് BSNLിലേക്ക് പോകും. പക്ഷേ എൻ്റെ സിമ്മിൽ നിന്ന് ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് വെൻ ബിസി. അപ്പോൾ അതിലുള്ളത് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ ആരും കോൾ ചെയ്താലാണ്. അതും നമ്മൾ ഓണാക്കിയിട്ട് വേണം അങ്ങനെ കൊടുക്കാം. അതിൻ്റെ താഴെയുള്ളതാണ് വെൻ അൺആൻസേർഡ്. നമ്മൾ കോൾ എടുക്കാത്ത സമയത്തൊക്കെ ഉള്ളതാണ്. നമുക്കധികം ഉപകാരപ്പെടുന്നതാണ് അടുത്തത് വെൻ അൺറീച്ചബിൾ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും സംഭവം. ഇതെൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ അവിടെ ഇതായി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓക്കെ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടാവും, അത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്താൽ ആ സംഭവം ഓണായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ BSNL നമ്പറാണിത്. അപ്പോൾ ആ നമ്പറിലേക്ക് ഇനി ഐഡിയ സിമ്മിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അതിലേക്ക് ഇനി കോൾ വന്നോളൂ. ഇതാണ് കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഒരുപാട് വളച്ച് കെട്ടി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതൊക്കെ ഇതാക്കിയത്. അടുത്ത BSNLൻ്റെ സിമ്മാണ്. നമുക്കതൊന്നും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു സമയത്ത് ഒരു നമ്പറിലേക്ക് മാത്രമേ ഫോർവേഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ എനിക്ക് 3 സിം ഉണ്ട് വെച്ചിട്ട് ഒരു സിം ഊരി വെക്കണം, ബാക്കി 2 സിമ്മിലേക്കും ഫോർവേഡിങ് ആക്കിയാൽ നടക്കില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മിലേക്ക് മാത്രം ചെയ്യാം. അതുപോലെ തന്നെ 2 സിമ്മിൽ നിന്ന് ഒരു സിമ്മിലേക്ക് വേണം ചെയ്യാം. പക്ഷേ ഒരു സിമ്മിൽ നിന്ന് 2 സിമ്മിലേക്ക് ചെയ്യാൻ പറ്റില്ല. അത് എഴുതുക വെൻ അൺറീച്ചബിൾ. അത് എൻ്റെ മറ്റേ നമ്പർ ഇതിലുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേറെ സിമ്പിളാണ്. ഇതൊരു അതൊന്നും പേടിക്കാനില്ല. ഇത്രയേ ഉള്ളൂ സംഭവം.